എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ടൂർ പോയിൻ്റ് ഒരു പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇടയ്ക്ക് ഡ്രസ്സിൻ്റെ വീഡിയോസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫാമിലി വീഡിയോസും ഇടുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ തേക്കടിയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കൊടൈക്കനാലിൽ നിന്ന് വന്നിട്ട് നേരെ തേക്കടിയിലാണ് റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ നീച്ച് ബ്രേക്ക്ഫാസ്റ്റും ഫ്രഷപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ബോട്ടിങ്ങിൻ്റെ സൈഡിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പോത്തിന് ഞങ്ങൾ പോയപ്പോത്തിന് അതിൻ്റെ ടൈം കഴിഞ്ഞ് രാവിലത്തെ ആ സ്ലോട്ടിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ജീപ്പ് റൈഡ് എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനത്തെ ചെറിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ 2.5 മണിക്കൂറിൽ ജീപ്പിൻ്റെ ടൈം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൻ്റെ ഉള്ളിൽ അവിടുത്തെ ഇങ്ങനെ ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ അവർ കൊണ്ടുപോയി കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ജീപ്പിലൊക്കെ നല്ല ചെറുതായിട്ടൊരു ഓഫ് റോഡ് റൈഡ് പോലെ പോയിരുന്നു. വലിയ ഓഫ് റോഡൊന്നുമില്ല, എന്നാലും ചെറിയൊരു ഓഫ് റോഡ് റൈഡിൽ ജീപ്പിൽ പോയിരുന്നു. മോന് മുന്നിലൊക്കെ ഇരുന്നിട്ട് അവനക്കിതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ചെയ്യുന്ന ജീപ്പിൽ പോണതൊക്കെ. അങ്ങനെ ഓരോ വ്യൂ പോയിൻ്റ് എത്തുമ്പോഴും അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. ഇത് പിന്നെ ആ ഏറ്റവും ടോപ്പ് എന്ന് കാണുമ്പോൾ തമിഴ്നാട്ടിലുള്ള ആ ഒരു ഫാമും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ കുറച്ച് നേരം ഓരോ ഫോട്ടോ സെക്ഷനിൽ നിന്ന് കണ്ണട വെച്ചിട്ട് ജീപ്പിൻ്റെ മേലെ കയറിയിരുന്നിട്ടും അങ്ങനെയൊക്കെ ഓരോ ഫോട്ടോ സെക്ഷനിൽ നിന്ന് പിന്നെ ഒരു ഹെർബൽ ഗാർഡൻ അങ്ങനത്തെ ഒരു ഏരിയക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തതായിട്ട് ഞങ്ങളൊരു എലിഫൻറ്റ് സഫാരി ഏരിയക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഒരു ആനൻ്റെ പുറത്ത് കയറുന്നതും. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ആനൻ്റെ പുറത്ത് കയറി ഇങ്ങനെ റൈഡ് പോകുന്നൊന്നും. കുട്ടികൾക്ക് ആനനെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ആനനെ കാണാമെന്നുള്ള രീതിയിൽ പോയതേന്ന്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ പോണ കണ്ടപ്പോൾ ഇവർക്കും എന്തായാലും ആനൻ്റെ പുറത്ത് കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങളും കയറി. രണ്ടും കൽപ്പിച്ച് നല്ല പേടിയുണ്ടായിരുന്നു ആനൻ്റെ പുറത്ത് കയറാനൊക്കെ. പിന്നെ ആനക്ക് ദക്ഷിണൊക്കെ കൊടുത്തിട്ട് ഉമ്മാനും പനിയും ആന അനുഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. നല്ല രസമായിരുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ആനൻ്റെ പുറത്ത് കയറലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടുന്ന് ബസ്സിനാണ് ആ ബോട്ടിങ്ങിൻ്റെ ഏരിയക്ക് പോവുക. അപ്പം അടുത്തത് അവിടേക്കുള്ളൊരു യാത്രയാണ്. അങ്ങനെ അവരെ ബസ്സിൽ കയറിയിട്ട് അങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പോണ വഴിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. 2 സൈഡിലും ഫോറസ്റ്റ് ഏരിയ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ ഓടി കയറിയതെന്ന് ബോട്ടിങ്ങിന് ഞങ്ങൾ എത്തിയപ്പോഴത്തേന് ബോട്ട് എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ബോട്ടിൽ പോയി കയറി. അങ്ങനെ ഞങ്ങൾ പോയ ടൈമിൽ നല്ല മഴയും തണുപ്പൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് തന്നെ അങ്ങനെ മൃഗങ്ങളൊന്നും പുറത്തിറങ്ങിയിട്ടില്ലേന്ന്. കുറച്ച് മാനിനെയും കാട്ടുപോത്തിനെയും മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ആനകളൊന്നും പുറത്തിറങ്ങിയിട്ടില്ലേന്ന്. അതിന് കുറച്ച് കഴിഞ്ഞപ്പം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മടുത്തു തുടങ്ങിയെന്ന്. നമ്മൾ പിന്നെ ഇരിക്കണ സീറ്റിൽ നിന്ന് അങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് അവർക്ക് പിന്നെ അങ്ങനെ മടുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ആനേനെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. വേറെയും കുറേ ബോട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കാട്ടുപോത്തിനെ കണ്ടപ്പോൾ ഒന്ന് സൂം ചെയ്തിട്ട് വീഡിയോ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മെയിനായിട്ട് എന്തായാലും ചുരിദാറിൻ്റെ വീഡിയോസാണ് ഇടുക. ഇത് ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതാണ്. എന്തായാലും മെയിനായിട്ട് ചുരിദാറിൻ്റെ വീഡിയോസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നല്ല കളക്ഷൻസ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ആ ഒരു റൈഡ് കഴിഞ്ഞപ്പം തന്നെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ തിന്ന് പിന്നെ അടുത്ത് ഞങ്ങൾ കമ്പം തേനീക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഈ മുന്തിരി തോട്ടം കാണാൻ വേണ്ടിയിട്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ എന്തായാലും ഈ മുന്തിരിത്തോട്ടം കാണുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഓരോരുത്തർ പോയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു തരുമ്പോൾ നമുക്കും പോകണം, ഈ പോസിൽ ഫോട്ടോ എടുക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മുന്തിരി പറിച്ചാൽ 500 രൂപ ഫൈൻ എന്ന് എല്ലായിടത്തും എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ജ്യൂസും മുന്തിരിയൊക്കെ നമുക്ക് എക്സ്ട്രാ പുറത്തുനിന്ന് അവിടെ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു ടോയ്സിൻ്റെ കട കണ്ടപ്പം ഇവർക്ക് ടോയ്സ് വാങ്ങി കൊടുത്തതാണിത്. രണ്ടാളും അറിയാതെ ഞങ്ങൾ രണ്ടാൾ മാത്രം പോയിട്ട് ടോയ്സ് വാങ്ങി വന്നതാണ്. അപ്പം മോന് നല്ല ഹാപ്പിയായി ഒക്കെ കിട്ടിയപ്പോൾ. അങ്ങനെ അവിടുന്ന് നേരെ പിന്നെ മൂന്നാർക്കുള്ള യാത്ര തുടങ്ങി. അപ്പം തന്നെ നല്ല കോടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ നോക്കി കാണാനും.
അങ്ങനെ പിന്നെ ഇന്ന് പോയിട്ട് മൂന്നാറിൽ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അങ്ങനെ വഴിയിലെത്തിയപ്പം ബോണ്ടിയും ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും ഡ്രൈവ് ഇങ്ങനെ തുടങ്ങി. ഗ്യാപ്പ് റോഡ് വഴിയാണ് പോയിട്ടുണ്ടിരുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ഞങ്ങൾക്ക് ശരിക്കും കിട്ടിയില്ല. വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പം തന്നെ. അങ്ങനെ പിന്നെ മൂന്നാറിലെത്തിയപ്പം തന്നെ ബൊട്ടാനിക്കൽ ഗാർഡനാണ് ഞങ്ങൾ ആദ്യം എത്തിയത്. അപ്പോൾ അവിടെ നല്ല ലൈറ്റൊക്കെ കണ്ടപ്പം തന്നെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ കാണാൻ വിചാരിച്ച്. പിന്നെ അടുത്ത ദിവസം മുതൽ നമുക്ക് അടുത്ത സ്പോട്ടുകളൊക്കെ പോകാൻ വിചാരിച്ചിട്ട് അപ്പം തന്നെ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അവിടെ ഇറങ്ങി. അപ്പോൾ ഈ ലൈറ്റിങ്ങും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പകൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുണ്ട് ഈ ലൈറ്റിങ്ങിലൊക്കെ രാത്രി കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ റീലെടുക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കായപ്പോഴും ഈ ലൈറ്റിലും ഇതൊക്കെ കാണാൻ വേണ്ടി അവർക്കും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. ഓരോ സെക്ഷനിലെത്തുമ്പോഴും നല്ല ഭംഗിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ ഫോട്ടോ പോയിൻ്റ് മാതിരി എല്ലാ സൈഡിലും നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഫ്ലവറിങ് പ്ലാന്റ്സും ലീഫി പ്ലാന്റ്സും ഒക്കെ ആയിട്ട് എല്ലാ രീതിയിലുള്ള നല്ല ഭംഗിയിലുണ്ടായിരുന്നു. അവിടെ പിന്നെ പാർക്കും ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് പാർക്കും ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അവർ പാർക്കിലൊക്കെ ഒന്ന് ഓരോ റൈഡിലും കയറിയിട്ട് അവരെ എൻജോയ് ചെയ്ത് ഓരോന്നിലും ഒരു 5 സെക്കൻഡ് ഇരിക്കുമ്പോഴത്തേ അവർക്ക് മടുക്കും. അപ്പോഴത്തേനും അടുത്തതിൽ കയറണം. അപ്പോൾ എല്ലാതും ഒന്ന് കയറി ഇറങ്ങി അങ്ങനെ കളിക്കുകയാണ് അവർ. പെട്ടെന്ന് തന്നെ മടുക്കും. ഒന്നിൽ തന്നെ കുറേ നേരം കളിച്ചിരിക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മടുത്തിട്ട് അടുത്തേക്ക് പോകണം. അപ്പോൾ ഒരാൾ കയറുന്നേക്ക് അടുത്ത ആൾക്കും അപ്പോൾ അതിൽ തന്നെ കയറണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് 2-3 റൂംസൊക്കെ നോക്കി പിന്നെ ഇഷ്ടപ്പെട്ട റൂം ഇട്ടിട്ട് അവിടെ സ്റ്റേ ചെയ്ത്. അപ്പോൾ ഇനിയും വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം.